ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും മോമോ ഓർഗാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ ഒരു കസ്റ്റമർ നമുക്കിന്നൊരു 50 ശംഖുപുഷ്പം സോപ്പിൻ്റെ ഓർഡർ തന്നിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ കൊടുക്കാനായിട്ടുള്ളതാണെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ 50 സോപ്പാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ സോപ്പ് മേക്കിങ്ങിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുള്ളത് ശംഖുപുഷ്പം സോപ്പാണ് കേട്ടോ. അപ്പോൾ അവർക്ക് കൂടുതൽ നമ്മുടെ സോപ്പുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ശംഖുപുഷ്പമാണ്. അപ്പോൾ ഓരോ കസ്റ്റമേഴ്സിനും ഓരോ സോപ്പുകളോടാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. ചിലർക്ക് ശംഖുപുഷ്പമായിരിക്കും, ചിലർക്ക് അലോവേര ആയിരിക്കും, ചിലർക്ക് റെഡ് സാൻഡൽ ആയിരിക്കും, ചിലർക്ക് മഞ്ചിഷ്ടയായിരിക്കും. അങ്ങനെ പോവുകയാണ് കേട്ടോ നമ്മുടെ സോപ്പുകളുടെ ലിസ്റ്റ്. അപ്പം നമുക്ക് ഓരോ സോപ്പുകൾക്കും അതിൻ്റേതായ പ്രത്യേകതകളും ഉണ്ട് കേട്ടോ. ഇപ്പം എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ഒരു സംരംഭം തുടങ്ങണം, അത് നല്ല രീതിയിൽ തന്നെ വിജയിപ്പിക്കണം എന്നുള്ളത്. അപ്പോൾ കുറേ പേരൊക്കെ പേടിച്ച് മടിച്ചിരിക്കുന്നവരുണ്ട് കേട്ടോ. ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ സക്സസ് ആവുമോ ഇല്ലയോ എന്നുള്ള പേടിച്ചിരിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും മടിച്ചിരിക്കരുത് എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് പോയാൽ പോയി കിട്ടി അങ്ങനെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ കുറേ പേർക്ക് പേടിയുള്ളവരാണ് കൂടുതൽ. നമുക്ക് മെസ്സേജ് ചെയ്യുന്നതിൽ പലരും പേടിച്ചിരിക്കുന്നവരാണ് കേട്ടോ. ഇനി നമുക്ക് സെയിൽ ഉണ്ടാവില്ലേ എന്നൊക്കെ കുറേ പേർക്ക് പേടിയാണ്. നമ്മൾ ആ പേടി മനസ്സിൽ നിന്ന് മാറ്റിയിട്ട് നമ്മൾ സോപ്പ് മേക്കിങ്ങിലേക്ക്, നിങ്ങൾ ഏത് സംരംഭമാണ് തുടങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതിലേക്ക് ഇറങ്ങുക. പേടിച്ചിരുന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെയും എത്താനായിട്ട് പറ്റില്ല കേട്ടോ. സോപ്പ് ഉണ്ടാക്കി തുടങ്ങിയ സമയത്തും എനിക്കും ഇതുപോലെ കുറേ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു കേട്ടോ. സോപ്പുകൾ നമ്മൾ മേക്ക് ചെയ്തിട്ട് ആരും മേടിക്കില്ല, റേറ്റ് കൂടുതലാണെന്ന് പറയാം, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഐറ്റം യൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ ഇഷ്ടപ്പെട്ടു. അവരെല്ലാം ഇപ്പോൾ നമ്മുടെ സോപ്പുകളാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത്രയും ബൾക്ക് ഓർഡറുകൾ നമുക്ക് കിട്ടാൻ തന്നെ കാരണം നമ്മൾ കൊടുക്കുന്ന ഐറ്റത്തിൻ്റെ ക്വാളിറ്റിയാണ്. എന്തൊരു ഐറ്റം കൊടുക്കുമ്പോഴും നല്ല ക്വാളിറ്റിയിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പം നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഇപ്പോൾ 50 സോപ്പിനുള്ളതാണ്. ഞാൻ ഓരോ സെറ്റ് വെച്ചിട്ടാണ് കേട്ടോ സോപ്പുകൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം 2 കിലോ വെച്ച് ചെയ്യും, പിന്നെ 2 കിലോ, അങ്ങനെയാണ് നമ്മൾ മേക്ക് ചെയ്തിരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിപ്പോൾ ഇവിടെ 2 കിലോ ബേസാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അതിലേക്കുള്ള അളവുകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ബൾക്ക് ക്വാണ്ടിറ്റി കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് അളവുകൾ കൂട്ടാവുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ 100 ഗ്രാമിൻ്റെ പിയേഴ്സ് മോൾഡിലാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത്. നല്ലോണം എന്താ പറയുക, നമ്മുടെ 100 ഗ്രാമിൻ്റെ സോപ്പ് മോൾഡ് നല്ലൊരു അടിപൊളി മോൾഡാണ്. നല്ലൊരു വലിപ്പം തോന്നിക്കുന്ന രീതിയിലുള്ള മോൾഡാണ് കേട്ടോ പിയേഴ്സ് മോൾഡ്. അപ്പോൾ അതേ നമ്മുടെ സോപ്പ് ബേസ് 2 kg മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്ന ഓരോ ഐറ്റംസും നമ്മുടെ സ്കിന്നിലേക്ക് വളരെ നല്ലതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സോപ്പുകൾ ഇത്രയും കസ്റ്റമേഴ്സ് മേടിക്കുന്നത്. അപ്പോൾ ശംഖുപുഷ്പത്തിൻ്റെ എക്സ്ട്രാക്റ്റാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഷെൽഫ് ലൈഫും അത്യാവശ്യം കിട്ടും ചെയ്യും. പെട്ടെന്ന് സോപ്പിന് കേടുപാടുകളോ ഫംഗസോ ഒന്നും വരില്ല കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഫ്രഷ് ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പിന്നെയും പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വെജിറ്റബിൾ ഗ്ലിസറിനാണ് കേട്ടോ. ഞാനൊരു 20 ml വെജിറ്റബിൾ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1 kg ആണെങ്കിൽ നമ്മൾ 10 ml ആണ് ആഡ് ചെയ്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വെജിറ്റബിൾ ഗ്ലിസറിൻ്റെ അളവ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ വെജിറ്റബിൾ ഗ്ലിസറിൻ, നമ്മുടെ സോപ്പ് ബേസ് തന്നെ ഗ്ലിസറിൻ സോപ്പ് ബേസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് അളവ് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വൈറ്റമിൻ ഇയുടെ ഓയിലാണ് കേട്ടോ. ഞാനൊരു 12 ഡ്രോപ്പോളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 12 ഡ്രോപ്പോളം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ടാബ്ലറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഒരു 10 12 ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആൽമണ്ട് ഓയിലാണ് കേട്ടോ. ആൽമണ്ട് ഓയിൽ നമുക്കൊരു 10 ml ആണ് 2 kg ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. കൂടുതൽ ഓയിൽസ് കയറുകയാണെങ്കിൽ നമ്മുടെ സോപ്പിന് പത കുറവായിരിക്കും. അപ്പം നമ്മൾ അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്യണം. ഒരുപാട് ഓയിൽ നമ്മുടെ സോപ്പിലേക്ക് ഒഴിച്ചുകൊണ്ടേ ഇരിക്കരുത് കേട്ടോ. അപ്പോൾ പത കുറയും. പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കോസ്മെറ്റിക് ഗ്രേഡിലുള്ള കളറാണേ. ഒന്നിനും അതിൻ്റേതായ അളവുകളുണ്ട് കേട്ടോ. അളവിൽ നമുക്ക് കൂടുതൽ ആഡ് ചെയ്താൽ നമുക്കത് പത കുറയാനൊക്കെ സാധ്യത കൂടുതലാണ്. kg നമുക്കൊരു എക്സ്ട്രാക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു 20 ml അല്ലെങ്കിൽ 30 ml ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഫ്രാഗ്രൻസ് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രാഗ്രൻസ് ഓയിൽ ഇവിടെ ഞാൻ 2 kg 40 ml ആണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 40 ml ആഡ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ നമുക്ക് സ്മെല്ല് വളരെ കുറവായിരിക്കും. അപ്പോൾ നമ്മൾ കറക്റ്റ് അളവിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അതേ നമുക്കെല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അതേ കണ്ടില്ലേ, അപ്പോൾ മൊത്തമായിട്ട് നമുക്ക് ഈ പാത്രത്തിൽ നിറച്ചുണ്ട്. 2 kg വരുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്.
നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ സോപ്പ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. നമ്മുടെ കയ്യിലുള്ള എല്ലാ മെറ്റീരിയൽസും പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ് കേട്ടോ. നമുക്ക് പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽസ് വെച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് പിന്നീടും ഓർഡേഴ്സ് കിട്ടുള്ളൂ. ഇപ്പോൾ ബേസുകളാണെങ്കിലും റേറ്റ് കുറവിൻ്റെ ബേസുകൾ 100 രൂപ തൊട്ട് നമുക്ക് 1 kg ബേസുകൾ കിട്ടാനായിട്ടുണ്ട്. പക്ഷേ അതിന് ചിലപ്പോൾ കട്ടി ഉണ്ടാവില്ല, പത കുറവായിരിക്കും, അങ്ങനെ 100 പ്രശ്നങ്ങളായിരിക്കും. ഫ്രീ ആയിട്ടുള്ള ബേസ് ആയിരിക്കില്ല. ഇപ്പം നിങ്ങൾക്ക് കുറവിൽ കിട്ടുന്ന ബേസുകളൊന്നും ഫ്രീ ആയിരിക്കില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ വേറെ സ്ഥലത്ത് നിന്ന് മേടിക്കുകയാണെങ്കിൽ പോലും ഫ്രീ ആയിട്ടുള്ള ബേസുകൾ മേടിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ സ്മെല്ലുകളും ഫസ്റ്റ് ക്വാളിറ്റി സെക്കൻഡ് ക്വാളിറ്റി ഒക്കെ സ്മെല്ലുകളും ഉണ്ട് കേട്ടോ. സെക്കൻഡ് ക്വാളിറ്റി സ്മെല്ലുകളാണെങ്കിൽ നമുക്കധികം സ്മെല്ല് കിട്ടില്ല. ഇപ്പോൾ സോപ്പിലേക്ക് കിട്ടില്ല തീരെ. നമ്മുടെ കസ്റ്റമേഴ്സിന് ഏറ്റവും കൂടുതൽ സ്മെല്ലാണ് സോപ്പിന് വേണ്ടത്. സ്മെല്ലും പതയുണ്ട് വെച്ചെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട, അങ്ങനത്തെ കസ്റ്റമേഴ്സും ഉണ്ട് കേട്ടോ. പക്ഷെ നമ്മുടെ സോപ്പിന് അതിനനുസരിച്ചുള്ള ക്വാളിറ്റിയിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് 100 ഗ്രാമിൻ്റെ മോൾഡിലേക്ക് ഓരോ മോൾഡിലേക്കും ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ബബിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റാനായിട്ട് നമുക്ക് റബ്ബിംഗ് ആൽക്കഹോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട്. അത് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ബബിൾസൊക്കെ മാറി നല്ല ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന സോപ്പുകളുടെ ബാക്ക് സൈഡൊക്കെ നല്ല ക്ലിയർ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ റബ്ബിംഗ് ആൽക്കഹോൾ യൂസ് ചെയ്യുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പം നമ്മുടെ ക്വാളിറ്റിയുള്ള ബേസ് ആണെങ്കിൽ ഏകദേശം 1 മണിക്കൂർ 2 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ സോപ്പുകളെല്ലാം സെറ്റായി കിട്ടും കേട്ടോ. പിന്നെ കുറേ കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട് വെയിലത്ത് വെക്കണോ ഫ്രിഡ്ജിൽ വെക്കണോ സോപ്പ് എന്നുള്ളത്. എവിടെയും വെക്കേണ്ട, നമ്മൾ സാധാരണ എവിടെയാണോ മേക്ക് ചെയ്യുന്നത് അവിടെ തന്നെ വെച്ചാൽ മതിയാവും കേട്ടോ. നമുക്ക് 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ സോപ്പുകളെല്ലാം സെറ്റായി കിട്ടും. പിന്നെ ക്വാളിറ്റി കുറവിൻ്റെ ബേസിൽ ചെയ്യുമ്പോൾ സെറ്റാവാനായിട്ട് നമുക്ക് അധികം സമയം എടുക്കും കേട്ടോ. അത് നിങ്ങളുടെ ബേസിൻ്റെ ക്വാളിറ്റിയുടെ പ്രശ്നമാണ്. അപ്പം നമുക്ക് ഇതുപോലെ എല്ലാത്തിലും ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഏകദേശം 1 മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ സോപ്പുകൾ സെറ്റായി കിട്ടും കേട്ടോ. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് മെറ്റീരിയൽസ് വാങ്ങിക്കുന്ന ഓരോരുത്തർക്കും നമ്മുടെ ക്വാളിറ്റിയെ കുറിച്ചിട്ട് അറിയാം. അപ്പം നമ്മുടെ സോപ്പ് ബേസും അതുപോലെ തന്നെ ഫ്രാഗ്രൻസിനൊക്കെ മേടിക്കുന്നവരാണെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങൾക്ക് എങ്ങനെയുണ്ട്, സോപ്പിന് സെയിലുണ്ടോ, ഇഷ്ടപ്പെട്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് സോപ്പ് ഉണ്ടാക്കി സെയിൽ ചെയ്യുന്നുണ്ട്. അവർക്ക് നല്ല രീതിയിൽ തന്നെ സെയിലുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിലൂടെ മറ്റുള്ളവർക്ക് അത് ചെയ്യാനുള്ള ഒരു പ്രചോദനമാണ് കേട്ടോ. അതാണ് ഞാൻ കമൻറ്റ് ചെയ്യാൻ പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഒരുപാട് പേര് ലൈക്കും കമൻറ്റും ചെയ്യുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നമ്മുടെ ഒരു ഫാമിലിയിൽ നിങ്ങളും ആഡായെന്ന് അറിയുന്നതിൽ. അപ്പം നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിലുള്ള സെയിലൊക്കെ വരട്ടെ. അപ്പം ഇന്നത്തെ നമ്മുടെ സോപ്പ് നല്ല അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഓർഡർ തന്ന മാഡത്തിനും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർഡർ ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം. മെറ്റീരിയൽസ് ആവശ്യമുള്ളവരാണെങ്കിലും ഇവിടെ കൊടുത്ത വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് സോപ്പിൻ്റെ ആയാലോ ഷാമ്പൂൻ്റെ ആയാലോ ഫേസ് വാഷിൻ്റെ ആയാലോ എല്ലാ മെറ്റീരിയൽസും നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ബൈ.